ലിംഗാവസ്ഥ എന്ന് പറയുന്നത് ജൈവികമല്ല, വ്യക്തിനിഷ്ഠമായി കുട്ടി കണ്ടെത്തേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഏത് പ്രായം വരെയാണ് ആ അവസ്ഥ എന്ന് അതിൽ പറയുന്നുണ്ടോ? ഞാൻ വളരെ സാമൂഹികമായ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഇത് മരണപ്പെടുന്നത് വരെ ഈ ലിംഗാവസ്ഥ ന്യൂട്രലാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനി അതല്ല, അത് ഹയർ സെക്കൻഡറി തലം വരെയാണോ? ലിംഗാവസ്ഥ എന്ന് പറയുന്നത് ജൈവികമല്ല, വ്യക്തിനിഷ്ഠമായി കുട്ടി കണ്ടെത്തേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഏത് പ്രായം വരെയാണ് ആ അവസ്ഥ എന്ന് അതിൽ പറയുന്നുണ്ടോ? ഞാൻ വളരെ സാമൂഹികമായ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഇത് മരണപ്പെടുന്നത് വരെ ഈ ലിംഗാവസ്ഥ ന്യൂട്രലാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനി അതല്ല, അത് ഹയർ സെക്കൻഡറി തലം വരെയാണോ, യൗവനം വരെയാണോ? അവിടെ വളരെ അവ്യക്തതയുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഒരു അതിന് 18 എന്നാണ് പ്രായം എന്ന് നിങ്ങൾ നിശ്ചയിക്കുകയാണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ പറയാം. ചൈനയിലും ഫിലിപ്പീൻസിലും പ്രായം 12ഉം 13ഉമാണ്. യൂറോപ്പിലെ പ്രായം 17ആണ്. GCC അറബ് കൺട്രീസിലെ പ്രായം 21ആണ്. ബഹ്റൈനിലെ പ്രായം 22ആണ്. ഞാൻ ചോദിക്കട്ടെ CPM-ന്റെ പ്രതിനിധിയോട്, ഇത് ലൈഫ് ലോങ് ആയിട്ട് ഈ ജെൻഡർ ന്യൂട്രൽ ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടാണ് ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ ഞങ്ങൾ പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ടേം ഇവിടെ ഫിറ്റ് അല്ല. മറിച്ച് അതൊരു യൂണിഫോമായി ബന്ധപ്പെട്ട വിഷയവുമല്ല. ഒരിക്കലും അത് യൂണിഫോമിലേക്ക് ചെറുതാക്കാനോ വലുതാക്കാനോ പോകേണ്ട കാര്യമില്ല. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ശാരീരികപരമായി, നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, ബൈ ബർത്ത് തീരുമാനമാകുന്ന, ജന്മനാ തീരുമാനമാകുന്ന ഒരു കാര്യമാണ് ജെൻഡറും സെക്സും. സെക്സ് എന്ന് വേറെയാണ്, ജെൻഡർ വേറെയാണ് എന്നുള്ളത് ജെൻഡർ പൊളിറ്റിക്സ് ആണ്. ഇവിടെ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുകയില്ല. മാത്രമല്ല, ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, അവരുടെ പെൺകുട്ടികൾ, മലയാളികളായ മധ്യവർഗം, അത് മുസ്ലിങ്ങളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, ഹിന്ദുക്കളാവട്ടെ, മതങ്ങളില്ലാത്തവരാകട്ടെ, അവരുടെ പെൺകുട്ടികളെ വിദൂരമായ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞേക്കുന്നതിന്റെ പിറകിലുള്ള ധൈര്യം എന്താണ്? അവർക്ക് പ്രത്യേകം ഷീ ഹോസ്റ്റലുകൾ ഉണ്ടാകും, ഷീ ടാക്സികൾ ഉണ്ടാകും, ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. ഇവിടെ ഒരു ന്യൂട്രൽ ഹോസ്റ്റലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള രീതികളാണ് വരുന്നതെങ്കിൽ ശരാശരി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇത് ഈ ചട്ടക്കൂട് മുന്നോട്ട് വെക്കുന്ന കൈപ്പുസ്തകത്തിൽ പറയുന്നുണ്ട്, പ്രാദേശികമായ സംസ്കാരവും പ്രത്യേകതകളും ഭൂപ്രകൃതിയും മനസ്സിലാക്കി വേണം പരിഷ്കാരം കൊണ്ടുവരാനെന്ന്. ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും വിജയിച്ച ഒരു മോഡൽ ഈ കൾച്ചറിന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഒരു കാര്യം ശാസ്ത്രീയമാവണമെങ്കിൽ ട്രയൽ ആൻഡ് കറക്ഷൻ എന്നുള്ളത് അതിന്റെ ഒരു മെത്തേഡാണ്. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് ഈ കാഴ്ചപ്പാടുള്ളവർ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് വിജയിപ്പിച്ച് കാണിക്കുക. ഞാനതുകൊണ്ടാണ് ഇനിയും ആവർത്തിക്കുന്നു, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ടേം നിങ്ങൾ ഒഴിവാക്കി അങ്ങനെ ഒരു ടേം പ്രയോഗിക്കുന്നത്. ശ്രീ ഷുഹൈബുൽ ഹൈതമി, താങ്കളൊന്ന് മനസ്സിലാക്കേണ്ടത്, കേരളത്തിന് പുറത്തേക്ക് പോയി പഠിക്കുന്ന പെൺകുട്ടികളെല്ലാവരും ഷീ ടാക്സിയും ഷീ ഓട്ടോയും ഉപയോഗിച്ച് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിച്ച് ലേഡീസ് ഹോസ്റ്റൽ മാറുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയ അപാകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജെൻഡർ ന്യൂട്രൽ ആക്കുകയാണെങ്കിൽ ഇല്ലാതെയാവുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് പകരം നമുക്ക് ആവശ്യമായ ജെൻഡർ സെൻസിറ്റിവിറ്റിയാണ്. എന്തുകൊണ്ടെന്നാൽ ഷീ ഹോസ്റ്റലുകൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്, ഷീ ടാക്സികൾ നിലനിൽക്കേണ്ടതുണ്ട്, ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ നിലനിൽക്കേണ്ടതുണ്ട്. ഒരു സമൂഹം മുഴുവൻ ന്യൂട്രൽ ആക്കുകയാണെങ്കിൽ ഈ പറയുന്ന സെൻസിറ്റിവിറ്റി ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, സ്ത്രീകളുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. സ്ത്രീകളുടെ സൗകര്യത്തിലുള്ള കാര്യങ്ങളാണ് അടുത്തതും ആലോചിക്കുന്നതെന്നേ. യൂണിഫോം ആലോചിക്കുന്നത് ഇങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി സാമൂഹികമായി നടപ്പിൽ വരുത്തിയിട്ട് ജയിച്ച ഒരു മാതൃക ലോകാടിസ്ഥാനത്തിൽ കൊണ്ടുപോകാം.